ഇന്ന് വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ലെയറോട് കൂടിയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ആർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കെങ്ങനെയാണ് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. മൈദക്ക് പകരം 1 കപ്പ് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തോളൂ. എത്രത്തോളം തിന്നാവുന്നോ അത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും നമ്മുടെ ഈ ഒരു സ്നാക്ക്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇത് ലെയറായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലെയറായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഒന്നുകൂടി ഇതിങ്ങനെ ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്ന് തിന്നാക്കി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ നല്ല ലേസ് കാണാൻ പറ്റും. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ലെയറെല്ലാം നന്നായിട്ട് വിട്ട് വരും. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കാണുന്നുണ്ടല്ലോ, ലേയേഴ്സ് ഒക്കെ നല്ലതുപോലെ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും എണ്ണയൊന്നും ഒട്ടും തന്നെ കുടിക്കില്ല. ഫുള്ള് ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇത് കണ്ടല്ലോ, ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാം ഇതിൻ്റെ ഒരു സ്വീറ്റ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിവിടെ ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു പാനിൽ 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ട് ഏകദേശം ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതുവരേക്കും നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒറ്റനൂൽ പരുവൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്കിതിലോട്ട് നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്നാക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ സ്ഥലത്തും ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് കിട്ടത്തക്ക വിധത്തിൽ നല്ലതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെയേഴ്സിലൊക്കെ നല്ലതുപോലെ ഈ ഷുഗർ സിറപ്പ് ഇറങ്ങി ചെല്ലണം. നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് ഇത് നല്ലൊരു സ്നോ കൺസിസ്റ്റൻസിലാവും. അതായത് നമ്മുടെ മഞ്ഞ് പോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മഞ്ഞ് പോലെ ഷുഗർ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ആയി കിട്ടും നമുക്ക്. ഇതൊന്ന് ഡ്രൈ ആയി കിട്ടുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കർമുറ കഴിക്കാൻ പറ്റിയ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ലേയേഴ്സോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ ഇല്ലേ കാണാനായിട്ട് തന്നെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളും.